ഹലോ, ഇത് നമ്മളുടെ എൻറ്റയർ വീക്ക് ഇൻ മൈ ലൈഫിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, ഡേ 7. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണ്ണീറ്റിട്ട് ചായയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വിളക്ക് കത്തിക്കാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് കുളിച്ച് റെഡിയായിട്ട് വിളക്കൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിച്ച് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ലൈക്ക് എന്തോ ഒരു മനസ്സിനൊരു പീസ് ഉണ്ടല്ലോ അത്. അപ്പോൾ ഞാൻ ഇതെല്ലാം മേടിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വെച്ച്, ദൈവമേ പൈസ കൊടുത്ത് ഞാൻ ദൈവങ്ങളെ വാങ്ങിക്കണം അവസ്ഥയോ എന്ന്. പക്ഷേ കുറച്ചുകൂടെ ഐഡിയൽസ് എനിക്ക് വാങ്ങിച്ച് വെക്കണം എന്നുണ്ട്. എന്തോ ഒരു എനർജി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ഈ ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അതിന് ശേഷം ഞാൻ ബ്രെഡും കൊഞ്ച് തീയലും കഴിച്ചേട്ടാ. അതിനുശേഷം മീൻ മേടിക്കാൻ വേണ്ടി ഞാനും ഏട്ടനും പീക്കും കൂടെ ഇറങ്ങി. ഇവിടെ നിന്നാണ് ഞങ്ങൾ പൊതുവേ മീൻ മേടിക്കണം. എപ്പോഴും മീൻ മേടിച്ച് ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മത്തിയുണ്ട്, കൊഞ്ചുണ്ട്. കൊഞ്ച് എപ്പോഴും നമ്മുടെ ഇവിടെ കൊഞ്ച് മേടിക്കും കേട്ടോ. ഓൾമോസ്റ്റ് പീക്കുനും ചേട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് മേടിക്കും. പിന്നെ കുറച്ച് മീൻമുട്ട കിട്ടി ആ മത്തിയിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആവശ്യത്തിനുള്ള കറി വയ്ക്കാനുള്ളത്, പൊരിക്കാനുള്ളത് അങ്ങനെയെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം വേറൊരു സംഭവമുണ്ട്. വലിയൊരു മീനിൻ്റെ മുട്ട കിട്ടി. ഡാഡയും മോനും സ്ഥിരമായിട്ട് അടിക്കുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. മോനാണെന്ന് അച്ഛനും നോക്കൂല, അച്ഛനാണെന്ന് മോനും നോക്കൂല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒളിപ്പിച്ച് വെച്ച് രണ്ടുപേർക്കും ഈക്വൽ പങ്കാണ് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ തുടങ്ങി. ചോറ് പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു മോര് കറി, തീയൽ, കൊഞ്ച് പൊരിച്ചത്, അവിയൽ. പീക്കുൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പീക്കുട്ടൻ ആദ്യമായിട്ട് ഫുഡ് ചവച്ച് തിന്ന് തുടങ്ങിയത് ചോറും തീയലുമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു മെമ്മറിയാണ്. അതിനുശേഷം ഞാനും പീക്കും കൂടെ ഒരു ഇൻഡോർ പ്ലേ സ്റ്റേഷനിൽ വന്ന് പീക്കുട്ടൻ കുറേ നേരം കളിച്ച്, കാരണം ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വന്ന്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. മേ ബി കുഞ്ഞിലെ നമ്മളിതൊന്നും കളിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കും ഇവിടെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കളിക്കാനൊക്കെ ഗേളി തിങ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കാൻ എനിക്കും ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ വൈകുന്നേരം വന്നിട്ട് കുറേ നേരം വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞാനും പീക്കുട്ടനും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ബാൽക്കണിയുടെ താഴോട്ട് അങ്ങനെ താഴ്ന്ന ഏരിയയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ചെടികളൊക്കെ നല്ല വളർന്നു. ഈ വീഡിയോ എടുത്ത സമയത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം കുറേ നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി എന്നിട്ട് ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഡാഡ് അവിടെ നമ്മുടെ സ്കിപ്പിയുടെ സ്നീക്കിയുടെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിനൊരു സന്തോഷം, ദൈവമേ എൻ്റെ ചേട്ടൻ പണിയെടുത്തു എന്നുള്ളൊരു. അങ്ങനെ അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരുന്നപ്പോഴത്തേക്ക് പീക്കുട്ടൻ ഉടനെ സൈക്കിൾ ഓട്ടണം. അപ്പോഴത്തേക്ക് ഡാഡ ഉടനെ ഓസ് എടുത്തിട്ട് അവനെ നനച്ച് കുളിപ്പിച്ചിരിക്കുകയാണ്. ഡാഡയുടെ മോൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാൻ വന്ന് കുളിച്ചിട്ട് നമ്മളെ വിളക്ക് വൈകുന്നേരം കത്തിക്കാനുള്ള പരിപാടിയിലോട്ടൊക്കെ ആയിട്ട്, കാരണം മീനൊക്കെ തൊട്ട് അതായതുകൊണ്ട് കുളിച്ചതില്ല എന്നുണ്ടെങ്കിൽ മേല് കുളിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇത് നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമുള്ള മേഘങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര കാമണി കാക്കകളൊക്കെ വീട്ടിൽ പോകണം, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നല്ല രസമാണ്. അതിന് ശേഷം ഞാനും ചേട്ടനും ചായക്കുള്ള പരിപാടി, പീക്കുട്ടന് കുട്ടി ദോശയ്ക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ ഞാനും പീക്കും പാർക്കിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും സമോസയും പിന്നെ കച്ചോരിയും മേടിച്ചിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻ സ്നാക്സ് കേട്ടോ. അത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ. പീക്കുൻ്റെ ഫേവറേറ്റാണ്, അതിൻ്റെ ഡാൻസാണ് പീക്കു കാണിക്കണം. ബിരിയാണി പീക്കുൻ്റെ ഫേവറേറ്റാണ്, കുഴിമന്തി ബിരിയാണി. അപ്പോൾ അവന് എപ്പോഴും അതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഇത് ചേട്ടൻ്റെ ന്യൂഡിൽസാണ് കേട്ടോ. ചേട്ടൻ ന്യൂഡിൽസിൻ്റെ ഫാനാണ്. ഞാനും പീക്കും ബിരിയാണി കുഴിമന്തി ഫാനാണ് കേട്ടോ. അപ്പോൾ അടുത്ത പീക്കൂട്ടൻ്റെ പൊതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ നൈറ്റ് ഒരു റൈഡൊക്കെ പോയിട്ട് പിന്നെ കിടന്നു ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.